നിങ്ങളെ ഈ കേരളത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ നാമാവശേഷമാക്കും. ആദർശ രംഗത്ത് നിങ്ങൾ എന്നൊരു സാധനം തന്നെ ഉണ്ടാവില്ല. അതിനൊരൊറ്റ ആളി ആവശ്യമില്ല. അതിന് ശൈഖുനയും അസ്ഹാബുൽ വക്തുകളായ മഹാന്മാരും അവരെ മദത് ഞങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു 10 ആളെന്നെ ഏറെയാണ്. കാട്ടുവളപ്പിൽ നൗഷാദിൻ്റെ പുതിയൊരു ഗീർവാണ് അപ്പത്. ഇവ പറയുന്നത് അസ്ഹാബുൽ വക്തുകളാകുന്ന തെറിയൂർ കുഞ്ഞമ്മതും അതുപോലെ മറ്റുള്ളവരൊക്കെ കാലഘട്ടം സമയം നിയന്ത്രിക്കുന്ന ആളുകൾ, കാലം തീറ്റിപ്പോറ്റുന്ന ആളുകൾ, ഇതൊക്കെയാണ് പറയുന്നത്. അതാരാ? ഗ്ലോബൽ വില്ലേജിലൂടെ കറങ്ങിയ ഒരുത്തൻ. ഓനെ സംബന്ധിച്ച് ഓൻ്റെ മദത് ഉണ്ടെങ്കിൽ എന്ത് മദത്? ഇപ്പോൾ പൊളിച്ച് കഴിക്കത്തരുമെന്നാണ് പറയണത്. ഇപ്പോൾ പൊളിച്ച് കളിക്കി തരുമെന്ന്. ഈ കൈതക്കാമം കരഞ്ഞ് തീർക്കുക എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഇത് എനിക്കിത് ഇവൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വേറൊരു വിറ്റ ഓർമ്മയുണ്ട്. പഴയ കാലത്ത് ഒരാൾ പറഞ്ഞൊരു കഥ. അയാൾ കമ്പനിയുടെ മാനേജറാണത്രേ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പണിക്കാരിങ്ങനെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഇപ്പാണ് നീച്ചാണ്ടല്ലോ അറിഞ്ഞ് ചൂടാവുന്നല്ലോ. ഇപ്പം നീച്ചാൻ നോക്കിയപ്പോൾ അയാൾക്ക് 2 കാലും ഇല്ലാത്ത മനുഷ്യനാണ്. ഞാൻ ഇപ്പം നീച്ചാണ്ടല്ലോ നിങ്ങൾ പറയുന്നല്ലാതെ കാലില്ലാത്ത മനുഷ്യനെ 2 കാലും ഇല്ലാത്ത ആളാണ് മാനേജർ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നൗഷാദ്. ഇപ്പം പൊളിച്ചരും. ഇവൻ 13 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായി ഈ ഉടച്ച മൂരിൻ്റെ മാതിരി. ഈ ഉടച്ച മൂരിൻ്റെ അടുത്ത് പയ്യനെ കെട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒരു കാര്യമില്ല. ചിലതൊക്കെ ഇങ്ങനെ ഒച്ചമുളി ഉണ്ടാക്കി വെക്കുന്നല്ലാന്ന് പറഞ്ഞതുപോലെയാണ്. 13 കൊല്ലം മുമ്പ് ഈ മൂരി പറഞ്ഞതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. എനിക്ക് നിങ്ങളെ സംഘടന പൊളിക്കാൻ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. കാരണം എന്താ? അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാ ഞാൻ. അപ്പൊ സംഘടനന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് ഇവന് സംഘടന പൊളിക്കാൻ വേണ്ടി 10 മിനിറ്റ് ആവശ്യമുള്ളൂ എന്ന് 13 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് രാവും പകലും പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്നിട്ട് ബംഗാളികൾക്ക് കാശും കൊടുത്ത് മുമ്പിൽ ആളെ ഇരുത്തിയിട്ട് പോലും ഈ പറഞ്ഞതുപോലെ പടരങ്ങൻ്റെ വളർച്ച ഇവർക്കുള്ളത്. ഇപ്പോഴുള്ള എത്ര 5, 3, 8 ആൾക്കാർ, 5 ബംഗാളികളെ മുമ്പിൽ ഇരുത്താനും 3 എണ്ണം വേദിയിലുണ്ടാകും. വേറെ ഏതാള്? പിന്നെ പൊതുവേ കാന്തപുരത്തിനോട് വിരോധമുള്ള ആൾക്കാർ കുറേ പൊട്ടിച്ചിരിച്ചാനും ഉണ്ടാകും. പിന്നെ അണ്ണാച്ചി ത്വരീഖത്തിലും വേറെയുള്ള ത്വരീഖത്തിലും അതുപോലെ കാളപൂട്ടും കുതിരവരത്തും ഇതൊക്കെ ആയിട്ടുള്ള ത്വരീഖത്തുകളുണ്ടല്ലോ. കൊണ്ടോട്ടി പോലത്തെ, പുതിയങ്ങാടി പോലത്തെ അത്തരം കുറച്ച് ആൾക്കാരെ മുമ്പിലിരുത്തിയിട്ട് അവരുടെ ഇതും, അത് ഇവനോടുള്ള താല്പര്യം കൊണ്ടല്ല, AP ഉസ്താദിനോടുള്ള താല്പര്യക്കുറവ്, AP ഉസ്താദിനെ കണ്ടുകൂടാ എന്നുള്ളത് അതും കൂടി ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ മുമ്പിലിരിക്കുന്ന ആൾക്കൂട്ടത്തെ നോക്കിയിട്ട് യാതൊരു ഉളുപ്പില്ലാതെ ഇവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വാക്ക്. എന്താ അറിയോ? 5 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് പുറത്തു വിട്ടാൽ മതി, മുഴുവൻ വൻമരങ്ങളും കടപുഴകി വീഴും. 5 മിനിറ്റ് വേണ്ട പൊളിച്ചാന്. 13 കൊല്ലം മുമ്പ് 10 മിനിറ്റ് വേണ്ടെന്ന് പറഞ്ഞതാ. 13 വർഷക്കാലം ഇതും പറഞ്ഞ് തല കുത്തി മറിച്ചിട്ടും പ്രത്യേകിച്ച് ഒന്നിനും കഴിഞ്ഞിട്ടില്ല. ഇവന്മാർ എന്ത് കുറച്ചിട്ട് എന്താണ്? പൊതുജനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പിന്നെ ആകെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളിലും അതുപോലെ യൂട്യൂബിലെ ഏതെങ്കിലും 1-2 ആളുകൾ, എന്നെ പോലത്തെ ആൾക്കാർ. അത് മതിയിട്ട് ഞങ്ങൾക്ക് മറുപടി പറയാൻ. അതിലെന്നെ പേടിച്ചിട്ട് ഇപ്പം നിയന്ത്രണം വിട്ടിട്ട് ആകെ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയാണ്. ലോകം മൊത്തം നിയന്ത്രിക്കുന്ന സാഹിബുൽ വക്തുകൾ ഇപ്പോൾ വലിയ ഇസ്തിഗാസ തേടിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിലാണ്. ആലോചിച്ച് നോക്കണം. ഇവനാ പറയുന്നത് സംഘടന പൊളിക്കാൻ 5 മിനിറ്റ് മതി, 10 മിനിറ്റ് മതി, ഇതൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതാവും ഇതാവും എന്നൊക്കെ പുറത്തേക്ക് വിടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇവന്മാർ അതിനു മുമ്പ് വേറൊരു വിഷയം പറഞ്ഞിരുന്നു. ഈ റമദാന്റെ ശേഷങ്ങളെ കഷ്ടക്കാരാണ്. ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവാണ്. കഴിഞ്ഞ റമദാനിൻ്റെ ശേഷം വലിയ കഷ്ടകാലമായിരിക്കും, ഓരോന്ന് തുടങ്ങുകയാണെന്ന് പറഞ്ഞു. എന്താ തുടങ്ങിയത്? ഇതും പറഞ്ഞിട്ട് ഷെയ്ഖ് നേരെ പോയി ഗ്ലോബൽ വില്ലേജിലേക്ക്, ദുബായിക്ക്. ഗ്ലോബൽ വില്ലേജിൽ നിന്ന് മുണ്ടാൻ പാടില്ല, കേസാണ്. സ്റ്റേഷനിൽ പോയിക്കാണ്ട് LKG UKG വിദ്യാർത്ഥികൾ അവിടുത്തെ മിസ്സിനോട് കംപ്ലൈൻറ്റ് പറയുന്നത് പോലെ നേരെ ചെന്നിട്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് അറിയാം. അപ്പോൾ അത് പറയാൻ പാടില്ല. ഗ്ലോബൽ വില്ലേജ് പറയുമ്പോഴത്തേന് കുരുവട്ടി വരെയുള്ള മുട്ടുംകാല് വറക്കുക. അപ്പോൾ ഷെയ്ഖ് നേരെ വില്ലേജിൽ പോയി.
മുരീദുകളോ, മുരീദിൽ നിന്നുള്ള ആ ഭാഗത്ത് തന്നെ മൊയന്തുണ്ടല്ലോ തെറിയൂരൻ, ഓ നേരെ പാർക്ക് പോയി. ഇവർക്ക് വേണ്ടിയിട്ട് കള്ളക്കറാമത്ത് ഉണ്ടാക്കണം ഉണ്ടല്ലോ, ഓൻ ഭാര്യയുമായി ബന്ധപ്പെട്ട് എന്തൊരു വിഷയം ഉണ്ടായിക്കാണ്ട് നേരെ ജയിലിലും പോയി. ഇതാ സംഭവിച്ചത്. പിന്നെ ഇവങ്ങനെ ആകെ ബേജാറായി അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് ചാടിനെ പോലെ ചാടി കുറേ ദിവസത്തേക്ക് പ്രവർത്തനമൊക്കെ നിർത്തിവെച്ച്, പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ ബംഗാളികൾ പോകണ മാതിരിയുള്ള പോക്കാണ്. ഈ വാർക്കപ്പണിക്കാർ പോകണമല്ലോ, അവർ തന്നെ വണ്ടി, അവർ തന്നെ ചെമ്പട്ടി, അവർ തന്നെ വീര്യം കൊടുക്കുക, അവർ തന്നെ പോകുന്നു, അവർ വെക്കുന്ന ആൾക്കാർ മുമ്പിലിരിക്കുന്നു, പരിപാടി കഴിഞ്ഞാൽ അവർ തന്നെ പോകുന്നു. ഈ നാട്ടിൽ ഏത് നാട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെ. ആ നാട്ടിൽ ആരും ആ പരിചയം ഉണ്ടാവില്ല, ആ പരിപാടിക്ക് പരിചയം ഉണ്ടാവില്ല. കൊണ്ടോട്ടി വന്നാലും വേങ്ങര വന്നാലും ചെമ്മാട് വന്നാലും ഒക്കെ പ്രസംഗിക്കാനുള്ള മാറ്റർ ഒന്ന് തന്നെ ആയിരിക്കും, മുമ്പിലിരിക്കുന്നവർ ഒന്ന് തന്നെ ആയിരിക്കും. ഈ പ്രഭാഷകന്മാരായ 3 അതും അങ്ങനെ തന്നെ ആയിരിക്കും. പമ്പേഴ്സും ഉണ്ടാവും, തെറിയൂഷും ഉണ്ടാവും, പിന്നെ മറ്റേ കാട്ടുവളപ്പിൽ നൗഷോന്തും ഉണ്ടാവും. ചിലപ്പോൾ എങ്ങാനും തൊള്ള പൊളന്ന വിഡ്ഢിത്തരം പറയുന്ന സോയിബുൽ ഭക്തി എന്ന് പറയപ്പെടുന്ന ഈ പറഞ്ഞ ചേക്കുട്ടി ഉണ്ടാവും. ഇതല്ല പരിപാടി. ഈ 13 കൊല്ലം തലകുത്തി മറിഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനയുടെ ഒരു മുടിക്ക് പോലും ഒന്നും മാറ്റി തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ കൂട്ടത്തിലുള്ളത് അണ്ണാച്ചിൻ്റെ പിന്നാലെ പോയി ത്വരീകത്ത് സ്വീകരിച്ചവനും അണ്ണാച്ചി അല്ലാത്തവൻ്റെ അടുത്ത് പോയി കാണും കള്ള ത്വരീകത്തെടുത്തവനും. ആ പറഞ്ഞ അൽക്കുൽക്ക് കമ്പനികളെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഈ പറയുന്ന ഈ വലിയ 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 ബഡായികളുണ്ടല്ലോ, ഞങ്ങൾ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറയുന്നത്. നിങ്ങളെ ഈ കേരളത്തിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ നാമാവശേഷമാക്കും. ആദർശ രംഗത്ത് നിങ്ങൾ എന്നൊരു സാധനം തന്നെ ഉണ്ടാവില്ല. അതിനൊരൊറ്റ ആളി ആവശ്യമില്ല. അതിന് ശൈഖുനയും അസ്ഹാബുൽ വക്തുകളായ മഹാന്മാരും അവരെ മദത് ഞങ്ങൾക്കുണ്ടെങ്കിൽ അതിനൊരു 10 ആളെന്നെ ഏറെയാണ്. കണ്ടോ, അവൻ്റെ ഒരു ആഗ്രഹമാണിത്. 13 കൊല്ലം ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടിത് ആഗ്രഹിച്ചിട്ട് നടക്കാനും പോകണില്ല. ഇതെങ്ങനെ പറഞ്ഞു നടന്നോ, കൈതക്കാമൻ കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് തിരിയും. ഇപ്പം ഞാൻ ആകെ നിലനിൽപ്പുള്ളത് ഇസ്ലാമിനോട് പുച്ഛമുള്ള സംഘപരിവാരത്തിനെ കൂട്ടിപ്പിടിച്ചിട്ട് ആ ട്രയലും കൂടി ചെയ്തു നോക്കുക. അതുപോലെ ആർക്കൊക്കെ കാന്തപുരം വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിനോട് പുച്ഛം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവരൊക്കെ കയ്യും കാലം പിടിച്ചിട്ടൊന്ന് നക്കി നോക്ക്. അതപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇപ്പോൾ താമര വിരിയാൻ പറ്റുമോ വെച്ചിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നമ്മളും കേൾക്കുന്നുണ്ട്. അവസരം വരുന്നേരത്ത് തെളിവ് സഹിതം നമ്മളെ വിശദീകരിക്കുകയും ചെയ്യും.